തൃശൂർ മുണ്ടത്തിക്കോട് അപകടത്തിന് പിന്നാലെ ഇന്ന് നടന്ന പരിശോധനയിൽ തലയും കൈയും ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ കണ്ടെത്തി. അമിത അളവിൽ വെടിമരുന്നുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. അപകടത്തിൽ കാണാതായ 4 പേരുടെ കാര്യത്തിൽ മാത്രമാണ് ഇനി അവ്യക്തതയെന്നും മന്ത്രി പറഞ്ഞു. പ്രദേശത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് കൈയും തലയും കണ്ടെത്തിയത്. മുഖം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ്. ലഭിച്ച ശരീരഭാഗങ്ങൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. അതേസമയം മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര അപകടത്തിൽ അമിത അളവിൽ വെടിമരുന്നുണ്ടായിരുന്നോ എന്ന് പരിശോധിക്കുമെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. നമ്മുടെ ഒരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ജുഡീഷ്യൽ അന്വേഷണമായതുകൊണ്ട് അതിന് തിയറി അഭിപ്രായം പറയുന്നത് ശരിയല്ല. അന്വേഷണം നടന്നു കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയും. കാണാതായ 4 പേരുടെ കാര്യത്തിൽ മാത്രമാണ് ഇനിയും അവ്യക്തത തുടരുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. 10 പേർ ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. മീഡിയ 1 തൃശൂർ.